എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന വൈജയന്തിയോട് പറയുന്നുണ്ട്, ഞാൻ ആ വീട്ടിൽ നിന്ന് പൊയ്ക്കോളാം, ഇനി കൂടിപ്പോയ 3-4 ദിവസം ഞാൻ അവിടെ നിൽക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി അത് വിശ്വസിക്കുന്നില്ല. വൈജയന്തി പറയുന്നുണ്ട്, നിൻ്റെ വാക്ക് അതെനിക്ക് നന്നായിട്ട് അറിയാം, ഒരു ദിവസം നീ പോകുവാണ് എന്ന് പറഞ്ഞ് ബാഗ് പോലും പാക്ക് ചെയ്ത് എൻ്റെ മുന്നിൽ അഭിനയിച്ചവളാണ് നീ, അതുകൊണ്ട് ഞാൻ നിന്നെ വിശ്വസിക്കില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അന്നത്തെ സാഹചര്യം വേറെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോകാതെ ഇരുന്നത്, ഇനി ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ എന്താ സാഹചര്യം ശരിയായത് എന്ന് ചോദിക്കും. അലീന പറയുന്നുണ്ട്, അന്ന് എനിക്ക് അച്ഛൻ്റെ അനുവാദം വേണമായിരുന്നു, ഇനിയിപ്പോൾ അച്ഛൻ അനുവദിച്ചാലും ഇല്ലെങ്കിലും ആരനുവദിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ആ വീട്ടിൽ നിന്ന് പൊയ്ക്കോളാം എന്ന് പറയുന്നു. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, അപ്പം ഒരു 3-4 ദിവസം കൊണ്ട് നീ ആ വീട്ടിൽ കാണുള്ളൂ, അത് ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പാ എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എങ്കിൽ അതിനുശേഷം ഞാൻ ആ വീട്ടിലോട്ട് വന്നോളാം എന്ന്. അന്നേരം അലീന പറയും, അത് പറ്റിയല്ല, ഞങ്ങളുടെ കൂടെ തന്നെ മാഡം വന്നം എന്ന് പറയുമ്പം വൈജയന്തി പറയുവാണ്, ആ പരിപാടി നടക്കുകയില്ല, വൈജയന്തിക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ, വൈജയന്തി നേരത്തെ തീരുമാനിച്ച കാര്യമാണ്, ഞാനും നീയും കൂടി 1 മണിക്കൂർ പോലും ഇനി കടപ്പാട്ടൂർ വീട്ടിൽ ഒരുമിച്ച് താമസിക്കില്ല എന്ന്, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയുന്നു. അന്നേരം ദേഷ്യം വന്നിട്ട് ബബിത പറയുന്നുണ്ട്, എങ്കിൽ അമ്മയോട് ഞാനൊരു കാര്യം പറയാം, അമ്മ അലീന ചേച്ചി ആ വീട്ടിൽ നിന്ന് പോയിട്ട് അങ്ങോട്ട് വരികയില്ല എന്ന് പറയുമ്പം, വേണ്ടടി ഞാൻ വരുന്നില്ല, നിനക്കൊക്കെ വലുത് അവളാണല്ലോ, അമ്മയുടെ അഭയാർത്ഥിയായിട്ട് കഴിഞ്ഞാൽ നിനക്കൊന്നും പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പോൾ, അത് ആരുടെ കുഴപ്പം കൊണ്ടാ എന്ന് ചോദിച്ച് ബബിത ദേഷ്യപ്പെടാൻ ചെല്ലും. അന്നേരം വേണ്ട മോളെ, എൻ്റെ പേരിൽ നിങ്ങളാരും ബഹളം വയ്ക്കുകയും വഴക്കുണ്ടാക്കുകയും ഒന്നും ചെയ്യേണ്ട, ആ വീട്ടിൽ നിന്നും പോകേണ്ട ആൾ ഞാനാണ്, നിങ്ങൾ അമ്മയും മക്കളുമാണ് ഒരുമിച്ച് നിൽക്കേണ്ടത് എന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ബബിതയ്ക്ക്. ബബിത പിന്നെയും വൈജയന്തിയോട് വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി അലീന ബബിതയും കൂട്ടി അങ്ങോട്ട് പോകുന്നു. പോയി കഴിയുമ്പം രോഗത്തി വയ്ക്കുന്നുണ്ട്, ഇത് ഭയങ്കര കഷ്ടമാണ്, രോഗത്തി ഇങ്ങനെ പറയുകയാണ്, ഇത് ഭയങ്കര കഷ്ടമാട്ടോ അമ്മേ, ശങ്കരൻ പിന്നെയും തെങ്ങേല എന്ന് പറഞ്ഞ പോലെയാണ് അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയുമ്പം, അതെ ഒന്നും ആവശ്യപ്പെട്ട് ഞാൻ വന്നില്ലല്ലോ, മരിച്ചാലും ഞാൻ വരത്തുമില്ല, പോരെ, ഞാനൊന്ന് ജീവിച്ചു പോക്കോട്ടെ, ശല്യം ചെയ്യരുത് മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ എന്നിങ്ങനെ പറയും. ദേഷ്യപ്പെട്ട് രോഹിത് അങ്ങ് പോകും. പോയി കഴിയുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും ആട്ടോ കൃഷ്ണമോൾ. നേരം എല്ലാവരും പോയില്ലേ, പിന്നെ നീ എന്തിനാണ് കണ്ണും പിടിച്ച് ഇവിടെ നിൽക്കുന്നത്, പൊയ്ക്കൂടെ അവരുടെ പുറകെ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോളും അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. ദേഷ്യത്തിലിരിക്കുവാണ് വൈജയന്തി. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന 4 പേരും കൂടെ ഹാളിൽ വന്നിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം മനു അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കുറേ നേരം ആയല്ലോ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഒരു തീരുമാനവും ഇല്ല, മാഡം പിടിച്ചെടുത്ത് തന്നെ നിൽക്കുവാണ്, ഞാൻ ആ വീട്ടിൽ നിന്ന് പോകാതെ വേറെ നിവൃത്തിയൊന്നുമില്ല, ഞാൻ പോയാൽ മാത്രമേ മാഡം ഇനി ആ വീട്ടിലോട്ട് തിരിച്ചു വരുവുള്ളൂ എന്നിങ്ങനെ അലീന പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ പറയുന്നത്, അങ്കിളിനോട് നിങ്ങൾ സംസാരിച്ചില്ലേ? അന്നേരം ബബിത പറയുന്നുണ്ട്, അച്ഛന് ഇതിൻ്റെ അകത്ത് യാതൊരു തീരുമാനവും, അമ്മ അങ്ങോട്ട് വന്നാലും വന്നില്ലെങ്കിലും അച്ഛന് യാതൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അച്ഛൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അതിന് അങ്കിളിന് വ്യക്തമായ കാരണമുണ്ട് എന്ന്. അന്നേരം ബബിത ചോദിക്കും, എന്ത് കാരണമുണ്ടെന്നാണ് പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല, ഇവിടെ ശരിക്കും തെറ്റിയത് അച്ഛനല്ലേ, എന്നിട്ട് അച്ഛൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പം അലീന പറയും, അല്ല മോളെ, അച്ഛനല്ല തെറ്റ് ചെയ്തത് എന്ന് പറയും. എന്നിട്ട് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയോ, ഇതിപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താ, അലീന ചേച്ചി തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി എന്ന് പറയുവാണ്. അന്നേരം അലീനയ്ക്കൊന്നും പറയാൻ മേലാതെയാവുകയാണ്, സത്യങ്ങളൊന്നും വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ വിഷമിച്ച് അലീന മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, അതുപോലെ കൃഷ്ണമോളും മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. അന്നേരം മനു പറയട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ണുകൊണ്ട് ചോദിക്കുക. അന്നേരം വേണ്ട, പറയണ്ട എന്നിങ്ങനെ അലീന പറയുന്നു. എന്നിട്ട് അവരിങ്ങനെ വിഷമിച്ച് ഇരിക്കുക കേട്ടോ, എന്ത് ചെയ്യും ഇനി എന്നോർത്ത്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ശിവൻ വരും. എന്നിട്ട് എന്ത് പറ്റി, ഭയങ്കര ടെൻഷനിലാണല്ലോ, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല അല്ലേ എന്ന് ചോദിക്കുമ്പം, ഇല്ല അങ്കിളെ, മാഡം ഞാൻ പോയാൽ മാത്രമേ ആ വീട്ടിലോട്ട് തിരിച്ചു വരുവുള്ളൂ എന്ന പിടിവാശിയിലാണ്, ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോകുവാണ് എന്ന് പറയുന്നു. അന്നേരം ഇതിനിടയ്ക്ക് ബബിതയും പറയുന്നുണ്ട് കേട്ടോ, ഇനി തിരിച്ചു പോകാതിരുന്നാൽ ശരിയാകുകയില്ല, സെം എക്സാം ആണ് വരുന്നത്, ബബിതയ്ക്ക് പഠിക്കണം, അതുപോലെ കൃഷ്ണമോൾക്കാണെങ്കിൽ ട്യൂഷന് പോകണം. പിന്നെ രോഹിത് പറയും, എൻ്റെ കാര്യമാണ് പിന്നെ വലിയ പ്രശ്നമില്ലാത്തത്, സസ്പെൻഷനിലായതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും കുളമാകും അവരിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ വെറുതെ ഇവരെ മുഷിപ്പിക്കാന്നുള്ളൂ, അതുകൊണ്ട് പോകുവാടാ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അന്നേരം ശിവൻ പറയുന്നുണ്ട്, ഇവർ 3 പേരും വന്ന കൂട്ടത്തിൽ നീ വന്നത് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വരാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് പറയുമ്പം അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണോ മാഡം വരാത്തത്, ഇവർ മാത്രം വന്നായിരുന്നെങ്കിൽ മാഡം വരും എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അന്നേരം ബബിത പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, അമ്മ വരികയില്ല, അമ്മയ്ക്ക് ഭയങ്കര പിടിവാശിയാണ് എന്നിങ്ങനെ പറയുവാണേ. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ കൂടപ്പിറപ്പുകളുടെ കൂടെയാണ്, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ദിവസമെങ്കിലും ഈ വീട്ടിൽ വന്ന് താമസിക്കണം എന്നുള്ളത്, കാരണം ഇതിനു മുമ്പ് ഞാൻ ഈ വീട്ടിൽ താമസിച്ചിരുന്നത് വേലക്കാരിയായിട്ടല്ലേ, ശരിക്കും
ശരിക്കും അങ്ങനെയായിരുന്നോ ഞാൻ ഈ വീട്ടിൽ താമസിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അന്നേരം ശിവന് അങ്ങനെ അടി കിട്ടിയ പോലെ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അന്നേരം അലീന വീണ്ടും പറയുവാണ്, ഞാൻ അവകാശം ചോദിച്ചതോ ഒന്നുമല്ല, എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അതങ്ങ് നടപ്പിലാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഞങ്ങൾ പോകുവാണ് എന്ന് പറയുന്നു. അന്നേരം ശിവൻ ഇങ്ങനെ തലയാട്ടിയിട്ട് ഇത്തിരി വിഷമത്തോടെയാണ് പോകാൻ തുടങ്ങുന്നതേക്കും അലീന പറയുന്നുണ്ട്, അങ്ങളെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു 3-4 ദിവസത്തിനകം ഞാൻ കടപ്പാട്ടൂരിൽ നിന്ന് പോകും. ഞാൻ പോയി കഴിഞ്ഞാൽ മേഡത്തെ ആ വീട്ടിലെത്തിക്കേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി കടമയാണ് എന്ന്. അതുപോലെ ഇതിനിടയ്ക്ക് ശിവൻ പറയുന്നുണ്ടായിരുന്നു, ബാലേന്ദ്രൻ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പോരും, നിങ്ങൾ ബാലേന്ദ്രനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കുക എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ഒരിക്കലും അച്ഛൻ ഇവിടെ വന്ന് വിളിക്കുകയില്ല. പിന്നെ അങ്ങനെ വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അച്ഛനും മേഡവും കൂടി കാണുന്ന അവസാന കൂടിക്കാഴ്ചയായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, പ്രത്യേകിച്ച് അങ്കിളിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് എന്നും കൂടി പറയണം. എന്നിട്ട് ഇതെല്ലാം കേട്ടോണ്ടല്ലേ ഈ ബബിതയും രോഹിത്തും ഒക്കെ നിൽക്കുന്നത്. അവർക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്, അവരിങ്ങനെ പരസ്പരം നോക്കുന്നൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറ്റുന്ന രീതിയിൽ ശിവനും നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശിവൻ അങ്ങ് പോകുന്നു. പോയി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. അലീന പറയുന്നുണ്ട്, നമുക്കിനി ഇവിടെ നിൽക്കേണ്ട, നമുക്ക് പോകാം എന്ന് പറയുന്നു. എല്ലാവരും റെഡിയായി വാന്ന് അലീന പറയുന്നു. അന്നേരം എല്ലാവരും ബാഗൊക്കെ എടുക്കാനായിട്ട് പോകുന്നു. ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുവാണ് മനു. ഏതായാലും അവരെല്ലാവരും കൂടി വീട്ടിലോട്ട് എത്തുന്നു. വണ്ടി കൊണ്ട് മുറ്റത്ത് നിർത്തിയിട്ട് ഒരാളും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാവരും വണ്ടിയിൽ തന്നെ ഇരിക്കുന്നേ, ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പം, പോയിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ലല്ലോ എന്നോർക്കുമ്പം ഭയങ്കര വിഷമമാണ് എന്ന് അലീന പറയും. അന്നേരം ബബിത ചോദിക്കും, അതെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്, നമ്മളെല്ലാവരും കൂടി അമ്മയുടെ തറവാട്ടിലേക്കാണ് പോയത്, അവിടെ പോയി എല്ലാവരോടും സംസാരിച്ച് ഒരു ദിവസം അവിടെ നിന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു, അത് അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പം, നമ്മൾ പോയ ഉദ്ദേശം നടന്നില്ലല്ലോ ബബിത എന്നിങ്ങനെ പറയുക. അന്നേരം ബബിത പറയും, അതൊരിക്കലും രണ്ടും കൂടെ നടക്കില്ല എന്ന് അമ്മ പറഞ്ഞില്ലേ, ഒന്നുകിൽ അലീന ചേച്ചി അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാളെ ഇനി ഈ വീട്ടിൽ കാണുള്ളൂ എന്ന് അമ്മ തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പം, എങ്കിൽ ഞാൻ പോകാം അല്ലേ എന്നിങ്ങനെ ചോദിക്കുക. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാനാണ് ഇവിടുന്ന് പോകേണ്ടത്, ഒരു അഭയാർത്ഥിയെ പോലെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നതാണ്, ഞാൻ ഇനി തിരിച്ചു പോകണം, എനിക്ക് ഇവിടെ പോകാൻ മേലാത്ത രീതിയിൽ പിടിച്ചു നിർത്തുന്ന യാതൊരു ബന്ധങ്ങളും ഇല്ല എന്നൊക്കെ പറയുമ്പം ബബിത പറയുന്നുണ്ട്, അങ്ങനെ പോകാനാണെങ്കിൽ എല്ലാവർക്കും പോകാൻ പറ്റും, ഇപ്പോൾ തന്നെ അമ്മ പോയില്ലേ, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അതുപോലെ എനിക്ക് പോകണം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ എനിക്കും പോകാൻ പറ്റും, അതിനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആർക്കും, അതുകൊണ്ട് ഒന്നും പറയാതെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ബബിത അങ്ങ് ഇറങ്ങി പോവാണ്. എല്ലാവരും അവർ രണ്ടുപേരും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, അലീന ഇറങ്ങുന്നു. അങ്ങനെ 3 പെൺപിള്ളേരോട് ഇങ്ങനെ കയറി ചെന്ന് ചെയ്യുമ്പോഴേക്കും വാതിൽ പറഞ്ഞ് ഇറങ്ങി വരുമായിരുന്നു ബാലേന്ദ്രൻ ചോദിക്കും, ഇവിടുന്ന് പോയപ്പോൾ 4 പേരുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ എന്താ 3 എണ്ണം, ഒരാളെന്തേ എന്ന് ചോദിക്കും. അന്നേരം ബബിത ദേഷ്യപ്പെട്ട്, അച്ഛൻ എന്താ കണ്ണ് കണ്ടൂടെ, ഇതേ വണ്ടിക്കകത്തിരിക്കുന്നത് രോഹിയേട്ടനല്ലേ എന്ന് ചോദിക്കും. അന്നേരം അലീന, ഇതെന്താ അച്ഛനും ഇവിടെ ഉണ്ടായിട്ടും കാർ ഇവിടെ കാണാത്ത, കാർ എന്ത് എന്ന് ചോദിക്കുമ്പം, അത് ഗോവർദ്ധൻ കൊണ്ടുപോയതാണ്, അവനെ ഞാൻ എറണാകുളം വരെ പറഞ്ഞു വിട്ടേക്കുവാണ് എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ അവരോട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും കൂടെ ഇവിടുന്ന് എന്തൊക്കെയോ സമരം ചെയ്യുമെന്നോ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരുമെന്നോ ഒക്കെ പറഞ്ഞു പോയതാണ്, എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പം മാഡം ഭയങ്കര പിടിവാശിയിലാണ്, ഞാൻ ഇവിടുന്ന് പോയാൽ മാത്രമേ തിരിച്ചു വരുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ എന്നെ ഫോൺ വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ് വെറുതെ പാഴ്വേലിക്ക് നിൽക്കണ്ട എന്ന്. അന്നേരം ഞങ്ങൾ സമരം ചെയ്ത് തിരിച്ചു കൊണ്ടുവരും മേഡത്തെ എന്ന് പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത്, നടന്നില്ലല്ലോ, അവൾക്ക് മക്കളും ഭർത്താവും ഒന്നും വലിയ കാര്യമല്ല, അവൾക്ക് അവളെ മാത്രമേ സന്തോഷിപ്പിക്കേണ്ടതുള്ളൂ, അവൾ അങ്ങനെ ഒരു സാധനമാണ് എന്നൊക്കെ പറയുന്നു. അന്നേരം ബബിത ചോദിക്കും, അമ്മ തിരിച്ചു വരാത്തതിൽ അച്ഛന് യാതൊരു സങ്കടവും ഇല്ലേ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, ഒരു സങ്കടവും ഇല്ല എന്ന് മാത്രമല്ല മനസ്സമാധാനം ഉണ്ടല്ലോ, വരാതിരുന്നത് നന്നായി എന്ന് പറയുമ്പം അലീന, ആ സമാധാനത്തിന് ഒരുപാട് ആയുസ്സൊന്നുമില്ല അച്ഛ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് കയറിപ്പോവും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അതെന്താ അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്ന് ചോദിക്കുമ്പം, ചേച്ചി ഇവിടുന്ന് പോകും എന്നൊരു തീരുമാനത്തിലാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്ന് പറയും. അന്നേരം ഇത്തിരി വിഷമമാവുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രന്. ഏതായാലും എല്ലാവരും അകത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഇത്തിരി വിഷമത്തോടെ ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ച് നിൽക്കുവാണ് ബാലേന്ദ്രൻ. പിന്നെ കാണിക്കുന്നത് രോഹിത്തിനെയാണ്. വീട്ടിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞു അലീനയുടെ. അന്നേരം രോഹിത്ത് റൂമിലേക്ക് വരും. എന്നിട്ട്, എനിക്ക് ചേച്ചിയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പം, നീ ചോദിച്ചോ, ചോദിക്കുന്നതിനെല്ലാം കൃത്യമായ മറുപടി ഞാൻ തന്നോളാം എന്ന് പറയുന്നു. അന്നേരം രോഹിത്ത് അന്ന് പള്ളിയിലച്ഛനോട് പറഞ്ഞ കാര്യമില്ലേ, അതെടുത്തിടുവാണ്. ചേച്ചി അവിടെ വെച്ച് പറഞ്ഞു ബാലേന്ദ്രൻ എൻ്റെ അച്ഛനല്ല എന്നുള്ള കാര്യം, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, മനഃപൂർവ്വം പറഞ്ഞതാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അച്ഛന് ഉണ്ടായ മകളല്ലേ, അച്ഛൻ്റെ മകളല്ലേ അലീന ചേച്ചി എന്ന് ചോദിക്കുമ്പം
അല്ല എന്ന് പറയും. അന്നേരം അതെന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? അച്ഛന് മുംബൈയിൽ വെച്ച് ഏതോ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയിൽ വിവാഹത്തിന് മുമ്പ് ഉണ്ടായതാണ് ചേച്ചി എന്നൊരു കഥയാണല്ലോ ഇവിടെ എല്ലാവരും വിശ്വസിച്ചേക്കുന്നത്. അത് അങ്ങനെയല്ലേ സംഭവം എന്ന് ചോദിക്കുമ്പം അലീന പറയും അങ്ങനെയല്ല സംഭവം എന്ന് പറയും. അന്നേരം രോഹിത് പിന്നെ എടുത്തു ചോദിക്കും പിന്നെ എന്തിനാ ഇങ്ങനൊരു കഥ എല്ലാവരോടും പറഞ്ഞത് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട് പരദൂഷണക്കാരിൽ നിന്നും എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അച്ഛൻ അങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞത്. കാരണം ഞാനും അച്ഛനും തമ്മിൽ എന്തോ അവിഹിത ബന്ധമുണ്ട് എന്നായിരുന്നല്ലോ പലരുടെയും സംശയം. ഞാൻ അച്ഛൻ്റെ മകളാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംശയം അങ്ങ് മാറിക്കിട്ടില്ലേ, അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ഒരു കഥ പറഞ്ഞത് എന്ന് പറയും. അന്നേരം രോഹിത് ചോദിക്കും ഇതെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ്റെ മകളാണ് ചേച്ചി എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെയാകുമ്പം എൻ്റെ സഹോദരിയായിട്ട് വരുമല്ലോ, ഒരു സ്റ്റെപ്പ് സിസ്റ്ററായിട്ട് ചേച്ചി വരുമല്ലോ, അങ്ങനെ കരുതാനായിരുന്നു എനിക്കിഷ്ടം എന്നൊക്കെ ഇങ്ങനെ രോഹിത് പറയുമ്പം അലീന പറയുന്നുണ്ട് ഞാൻ നിൻ്റെ സഹോദരി തന്നെയാണ് എന്ന്. അതെങ്ങനെയാണ് അത് ശരിയാകുന്നത് എന്ന് ചോദിക്കുമ്പം അലീന വീണ്ടും പറയുവാണ് നമ്മൾ തമ്മിൽ ഒരു ബ്ലഡ് റിലേഷൻ ഉണ്ടോ എന്നാണ് നിനക്ക് അറിയേണ്ടത് എങ്കിൽ അങ്ങനെ ഒരു ബ്ലഡ് റിലേഷൻ ഉണ്ട് നമ്മൾ തമ്മിൽ. ഈ വീടിന് ഞാനൊരു അന്യയല്ല എന്നുകൂടി നീ അറിഞ്ഞോ എന്ന് പറയും. അന്നേരം രോഹിത് പറയുവാണ് ഇതെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ്റെ മകളല്ല എന്നും പറയുന്നു, അതോടൊപ്പം എൻ്റെ സഹോദരിയാണെന്നും നമ്മൾ തമ്മിൽ ബ്ലഡ് റിലേഷൻ ഉണ്ട് എന്നും പറയുന്നു. എനിക്ക് ഇതൊന്നും അങ്ങ് മനസ്സിലാകുന്നില്ല, എൻ്റെ തലേന്ന് കിളി പോയിരിക്കുമോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി തുറന്ന് പറ, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് ഞാൻ തുറന്ന് പറയാം, അതിന് സമയമാകുന്നതേ ഉള്ളൂ. ഒരു കാര്യം നീ മനസ്സിലാക്കിയാൽ മതി, ഞാൻ ഈ വീടിന് അന്യയല്ല, നിൻ്റെ സഹോദരി തന്നെയാണ് ഞാൻ. അത്രയും കാര്യങ്ങൾ നീ മനസ്സിലാക്കിയാൽ മതി, ബാക്കിയൊക്കെ ഞാൻ പിന്നീട് വിശദമാക്കാമെന്ന് പറയുന്നു. അന്നേരം രോഹിത്തിന് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോഴും വൈജയന്തി അവൻ സംശയിക്കുന്നില്ല. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ട് ബാലേന്ദ്രനെ എതിർത്ത് നിൽക്കുന്ന ആൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നായിരിക്കും അവൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ അവൻ വൈജയന്തി സംശയിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ അലീന രോഹിത്തിനോട് തുറന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ്റെ അടുത്ത് പോയി അലീന ഒരു കാര്യം ചോദിക്കുവാണ്, രോഹിത്തിനെ കൂട്ടി ശരണ്യയുടെ വീട് വരെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുവാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷമാകും, അവരിങ്ങോട്ട് വന്നത് നമ്മളെ വിശ്വസിച്ചല്ലേ, അതുപോലെ നമ്മൾ അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ അവർക്ക് ഒന്നുകൂടെ നമ്മളെ വിശ്വാസമാകും, അവരുടെ മനസ്സൊന്നും തണുക്കും എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിന്നെ ആ വീട്ടുകാർ സ്വീകരിച്ചതുപോലെ അവനെ സ്വീകരിക്കണം എന്നില്ല. കാരണം അന്നുണ്ടായ ആ സംഭവത്തിൽ ആ ഗ്യാങ്ങിലുണ്ടായിരുന്ന ഒരാളാണ് അവൻ തീർത്തും നിരപരാധിയാണ് എന്ന് ആ നാട്ടുകാരോ അതുപോലെ ആ വീട്ടിലുള്ള മറ്റംഗങ്ങളോ വിശ്വസിച്ച് കാണണമെന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകില്ലേ എന്ന് ചോദിക്കും. അന്നേരം അലീന ചോദിക്കുക അതെന്താ അച്ഛാ എൻ്റെ കൂടെ അവനെ പറഞ്ഞുകൂടാ, അച്ഛന് പേടിയാണോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പേടിയായതുകൊണ്ടല്ല എന്ന് പറഞ്ഞ് എന്തോ പറയാൻ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ അലീന പറയുന്നുണ്ട് കേട്ടോ, അലീന ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് രോഹിത്തിനെയും കൊണ്ട് ശരണ്യയുടെ അടുത്തോട്ട് പോകുന്നതെന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് പോകുന്ന കാര്യം നീ കുറേ പ്രാവശ്യമായി ഇപ്പോൾ പറയുന്നത്, എന്താണ് മനസ്സിലുള്ളത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ശരണ്യയുടെ അടുത്തോട്ട് ചെല്ലുന്ന രോഹിത്തിനെയും അലീനയാണ് കാണിക്കുന്നത്. അവർ ഓട്ടോയ്ക്ക് ആട്ടോ പോകുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാട്ടോ രോഹിത്തിന്. പിന്നെ അലീനെ വിളിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പം അച്ഛനും അമ്മയും അതുപോലെ എല്ലാവരും നിരന്ന് നിൽപ്പുണ്ട്. അവരോടെല്ലാം ക്ഷമ ചോദിക്കുന്നുണ്ട് രോഹിത് പറയുന്നുണ്ട് ഒരാളല്ല ഈ വീട്ടിലുള്ള എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ശരണ്യയുടെ കയ്യിൽ പിടിച്ച് ക്ഷമ ചോദിച്ചുകൊണ്ട് ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന രോഹിത്തിനെ കാണിക്കുന്നുണ്ട്. ഏതായാലും എല്ലാവരും രോഹിത്തിനോട് ക്ഷമിക്കും. അത് കഴിഞ്ഞ് അലീന രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സന്തോഷമായില്ലേ, നിൻ്റെ മനസ്സൊന്നും തണുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതുപോലെ അലീന ശരണ്യോടും പറയുന്നുണ്ട് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് എഴുതിക്കോണം, നീ തോറ്റുപോയാൽ ഞാൻ തോക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുമ്പം അലീന ചേച്ചി തോക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന ശരണ്യയും കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.